ആദ്യകാലങ്ങളിൽ മുഖത്ത് പുലിമുഖം വരച്ചു ചേർക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് ഫൈബറിൽ തീർത്ത മുഖാവരണമാണുള്ളത്. ഓരോ വർഷവും ഇതിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ മത്സരിക്കുകയാണ് വിവിധ ദേശക്കാർ. പുലിമടയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി എസ് രാഗിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സീതാറാം മിൽ ദേശത്തിന്റെ പുലിമടയിലാണ് നമ്മളുള്ളത്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുലിവേഷധാരികളുടെ കാര്യത്തിൽ മുഖത്ത് വയ്ക്കുന്ന പുലി മുഖത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. രൗദ്രതയും കൗതുകവും ഒക്കെ ജനിപ്പിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. ഇത്തരത്തിൽ വർക്ക് ചെയ്തെല്ലാം സെറ്റായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പെയിന്റ് ചെയ്ത് കാര്യങ്ങൾ തയ്യാറാക്കി ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചിത്രകലാ അധ്യാപകൻ പ്രസാദ് ചേരുന്നു. ഒരുപാട് അപ്ഡേഷൻസ് ഇതിൽ വരാറുണ്ട് ഈ പുലിമുഖത്തിന്റെ കാര്യത്തിൽ. ആദ്യ കാലഘട്ടങ്ങളിൽ മുഖത്ത് ഇത് വരയ്ക്കുകയായിരുന്നു, പിന്നീട് അത് മരത്തിന്റെയും പിന്നെ പ്ലാസ്റ്റിക്കിന്റെയും ഒക്കെ ഇപ്പോൾ ഫൈബറിന്റെയിലേക്ക് എത്തിക്കുക. എങ്ങനെയാണ് ആ രൂപമാറ്റം? ആദ്യകാലങ്ങളിൽ എന്ന് വെച്ചാൽ മുഖത്ത് കളർ ചെയ്തിട്ട് ഈ ടയറിന്റെ ട്യൂബ് വെച്ചിട്ട് നാക്ക് അതുപോലെ കണ്ണട പോലെ ടയറിന്റെ ട്യൂബിൽ വരച്ചിട്ട് ആണ് മാസ്ക് ചെയ്തിരുന്നത്. അത് പിന്നെ കാലക്രമേണ പ്ലാസ്റ്റിക്കിന്റെ മുഖങ്ങൾ വന്നു, പിന്നെ പ്ലാസ്റ്റിക്കിന്റെ മുഖങ്ങൾ മേടിച്ച് അതിൽ കളറിങ് ആയി. ഇപ്പൊ ഒന്നുകൂടി രൗദ്രഭാഗങ്ങളും വേറെ ഇമോഷണലിക്കും ഫേസിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഐഡിയ വെച്ചിട്ടുള്ള മാസ്കുകൾ തയ്യാറാക്കാണ്. ബന്ധപ്പാട് പെട്ടിട്ടുണ്ടാവും അല്ലെ വേഷം കെട്ടുന്നവര്? തീർച്ചയായും. പെയിന്റിക്ക് മുഖത്തേക്ക് അടിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ അതിന് തയ്യാറല്ല. അപ്പോൾ ഒരു മുഖാവരണം നമ്മുടെ ഐഡിയയിൽ പല മുഖങ്ങൾ ചെയ്യും നമ്മൾ. ഇത് നല്ല രൗദ്രഭാവമുള്ളൊരു മുഖമാണ്, വായിക്കും തുറന്ന് നിൽക്കുന്നത്. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ഇത്തിരി മൗനമായി ശാന്തമായി നിൽക്കുന്നൊരു പുലി. അങ്ങനെ ഒരു 4-5 വെറൈറ്റികൾ നമ്മളിപ്പോൾ ഇത് ക്ലേയിൽ ആദ്യം ചെയ്തിട്ട് അത് ഫൈബറിൽ കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളതിൽ ആർട്ട് വർക്ക് ചെയ്യാണ്. ഈ പരമ്പരാഗതമായ കളറുകൾക്കൊക്കെ അപ്പുറം ഈ പലതരത്തിലുള്ള വെറൈറ്റി കളർ വന്നിട്ടുണ്ട്, ഫ്ലൂറസെന്റ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ വർഷം തോറും അല്ലേ? തീർച്ചയായും. ഈ പ്രാവശ്യം നമ്മളൊരു മെറ്റാലിക് കളറുകളാണ് ഉപയോഗിക്കുന്നത്. മെറ്റാലിക് കളർ എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലേസിംഗ് ആയിരിക്കും. രാത്രി കാലങ്ങളിൽ അതുപോലെ റേഡിയം പെയിന്റ്, ഇരുട്ടത്ത് ഭയങ്കര തിളക്കം വരുന്ന പെയിന്റുകൾ, ഫ്ലോറസെന്റായിട്ട് ഉപരി ഇത്രയും വളരുമ്പോൾ ഇതാകുമ്പോൾ ഇരുട്ടത്താകുമ്പോൾ ഭയങ്കര തിളക്കമായിരിക്കും. അങ്ങനത്തെ ഒരു വെറൈറ്റി വേഷങ്ങളാണ് ഈ പ്രാവശ്യം നമ്മൾ ഒരു 10 എണ്ണം നമ്മൾ ചെയ്യുന്നത്. ഈ പ്രാവശ്യത്തെ വെറൈറ്റി അതോളം പുലി പാതുകൊണ്ട് കണ്ടോ, ഈ ചെരുപ്പിൽ ഇതേ രീതിയിൽ തയ്യാറാക്കിയിരിക്കണം അല്ലേ? ഇത് നമ്മളിപ്പോ അടി മുതൽ മുടി വരെ പുലി ദേഹത്ത് പെയിന്റിന് അതേ കളർ തന്നെയാണ് നമ്മളിപ്പോ ചെരുപ്പിലും ചെയ്യുന്നത്. ഇതിങ്ങനെ വച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ രൂപത്തിൽ വലിയൊരു മാറ്റം കാണുന്നില്ലേ? ഒരു വലിയ മാറ്റം, പ്രകടമായ മാറ്റം. അത്തരം മാറ്റങ്ങൾ കാണിക്കുന്ന ഒട്ടനവധി പുലിവേഷങ്ങളാണ് ഇവിടെ നിന്നും ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ 7 ടീമുകളിലായി, ഒരു ടീമിൽ ഏകദേശം 50 പേർ വെച്ച് അങ്ങനെ സ്വരാജ് റൗണ്ടിനെ വെറുപ്പിക്കാൻ പുലിക്കൂട്ടങ്ങൾ ഇറങ്ങും. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.